വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് പച്ചരി കൊണ്ടൊരു പായസമായിട്ടാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇടയ്ക്കൊക്കെ വലിയ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പച്ചരിയൊക്കെ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒന്ന് കഴുകി 2-3 പ്രാവശ്യം കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ ചിരവിയതാണ്. അതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തേങ്ങാപ്പാൽ ആയിട്ടെടുക്കാനാണ്. ആദ്യത്തെ പാലിനാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം അതൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു പാത്രം വെച്ച് അതിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് അതിന് ശേഷം ഇനി രണ്ടാം പാലിന് വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്ത് അരിപ്പ വെച്ച് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം രണ്ടാം പാൽ എടുത്തിട്ടാണ് ഇനി കുക്കറിൽ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു സ്റ്റാൻഡിൻ്റെ മേലെ ഇതുപോലെ വെച്ചിട്ടാണ്. ഇനി മറ്റേ സ്റ്റാൻഡ് വാങ്ങിക്കണം. ബാക്കിയുള്ള വീഡിയോ ഒക്കെ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടാം പാലാണ്. അതൊന്ന് അരിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിൽ. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വിസിലൊക്കെ കളഞ്ഞ ശേഷം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ചൂടാറാനായിട്ട്. വിസിലൊക്കെ പോയിട്ട് എടുക്കാം. ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നേന്ത്രപ്പഴം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് 4 പീസാക്കിയിട്ട് എടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ്. ഇനി അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നും ആ അരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന്. ഒരു 1.5 വലിയ കയ്യിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടിച്ചിട്ട്. അത് ഏലക്ക പൊടിയാത്ത കാരണം പഞ്ചസാര ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്ത് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അതിൽ ആ പഞ്ചസാര ഒക്കെ പിടിക്കുന്നവരെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേവ് ഇത്തിരി കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. പിന്നെ പഞ്ചസാര പിടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേന്ത്രപ്പഴം വഴറ്റിയത് അതിലിട്ട് കൊടുത്ത് അതും ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് അതിൽ പിടിക്കുന്നവരെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി 1-ാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് പതപ്പിച്ചെടുക്കാം. നന്നായി തിളക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായി പതച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ഏലക്കപ്പൊടിയും പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്നും കൂടെ പതപ്പിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ കുക്കറിൽ വീഡിയോ എടുക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അത് നന്നായി മൂത്ത ശേഷം പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.